എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വരണ്ടിരിക്കുന്ന ചർമ്മത്തിനെ നല്ല രീതിയിൽ മാർദ്ദവമുള്ളതാക്കി തീർക്കാൻ സഹായിക്കുന്നവയാണ് അനുലോമ വിലോമ പ്രാണായാമവും ശുദ്ധിശ്വാസവും. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇവ രണ്ടും പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം. ആദ്യം നമുക്ക് അനുലോമ വിലോമ പ്രാണായാമം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായി നട്ടെല്ല് നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തിരഞ്ഞെടുക്കുക. ഞാനിവിടെ പത്മാസനമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ ഇരിക്കാൻ സാധിക്കുന്നവർക്ക് ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് അർദ്ധപത്മാസനമോ അതും പറ്റില്ലെങ്കിൽ ചമ്രം പടിഞ്ഞോ ഇരിക്കാവുന്നതാണ്. ഇനി ഇടത് കൈ ഇടത് കാൽമുട്ടിൽ മലർത്തി വെക്കുകയും ചൂണ്ടുവിരലും തള്ളവിരലും പരസ്പരം ചേർത്ത് പിടിക്കുകയും ചെയ്യുക. ഇതിനെ ചിന്മുദ്ര എന്നാണ് പറയുന്നത്. അതിനുശേഷം വലത് കൈ ഉയർത്തിക്കൊണ്ടുവരികയും ചൂണ്ടുവിരലും നടുവിരലും മടക്കി പിടിക്കുകയും ഈ നിലയിൽ നട്ടെല്ല് നിവർന്നിരുന്നതിന് ശേഷം തള്ളവിരൽ ഉപയോഗിച്ച് മൂക്കിന്റെ വലത്തെ ദ്വാരം അടച്ചു പിടിക്കുകയും ഇടത്തെ ദ്വാരത്തിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക. ചെറുവിരലും മോതിരവിരലും കൊണ്ടുവന്ന് മൂക്കിന്റെ ഇടത്തെ ദ്വാരം അടച്ചു പിടിച്ചതിന് ശേഷം ശ്വാസം അല്പസമയത്തേക്ക് ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തേണ്ടതാണ്. പതിയെ തള്ളവിരൽ മൂക്കിന്റെ വലത്തെ ദ്വാരത്തിൽ നിന്ന് എടുത്തു മാറ്റി ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ്. ശ്വാസം മുഴുവനായി പുറത്തു പോയി കഴിയുമ്പോൾ വലതുവശത്തുകൂടി തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും തള്ളവിരൽ ഉപയോഗിച്ച് മൂക്കിന്റെ വലത്തെ ദ്വാരം അടച്ചു പിടിച്ച് ശ്വാസം അല്പസമയത്തേക്ക് ഉള്ളിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുക. അല്പസമയത്തിന് ശേഷം ചെറുവിരലും മോതിരവിരലും മൂക്കിന്റെ ഇടത്തെ ദ്വാരത്തിൽ നിന്ന് എടുത്തു മാറ്റി ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ്. ഇത്രയും ആയപ്പോൾ ഒരു പ്രാണായാമം പൂർത്തിയായി. ഇതേ രീതിയിൽ 7-8 തവണ പരിശീലിക്കാവുന്നതാണ്. ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും ഒന്ന് വീതം കൂട്ടി ദിവസേന 15 എണ്ണം വരെ പരിശീലിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക. ഇത് പരിശീലിക്കുന്ന സമയം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും അതേപോലെ തന്നെ പുറത്തേക്ക് വിടുന്നതും ഇവ രണ്ടും വളരെ സാവധാനം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അനുലോമ വിലോമ പ്രാണായാമം തന്നെ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് നാഡീശുദ്ധി പ്രാണായാമം, നാഡീശോധന പ്രാണായാമം എന്നിവ. ഈ രീതിയിലാണ് അനുലോമ വിലോമ പ്രാണായാമം നമ്മൾ പരിശീലിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ശുദ്ധിശ്വാസം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മുൻപ് പറഞ്ഞ അതേ രീതിയിൽ തന്നെ സുഖമായി നട്ടെല്ല് നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഇതിനായി തിരഞ്ഞെടുക്കേണ്ടതാണ്. അതിനുശേഷം ഇരു കൈപ്പത്തികളും അതത് വശത്തെ കാൽമുട്ടുകളിൽ മലർത്തി വയ്ക്കുകയും തള്ളവിരലും ചൂണ്ടവിരലും പരസ്പരം ചേർത്ത് പിടിക്കുകയും ചെയ്യുക. ഈ നിലയിൽ നട്ടെല്ല് നിവർന്നിരുന്നതിന് ശേഷം മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇരു കവിളുകളും നന്നായി വീർപ്പിച്ചു പിടിച്ച് ചുണ്ട് ഒരു കുഴലിന്റെ ആകൃതിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വായിലൂടെ പതിയെ ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ്. ശ്വാസം മുഴുവനായി പുറത്തു പോയി കഴിയുമ്പോൾ വായ അടച്ചു പിടിക്കുകയും മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക. അതിനുശേഷം വായ മുമ്പേ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു കുഴലിന്റെ ആകൃതിയിലേക്ക് കൊണ്ടുവന്നതിനു ശേഷം കവിളുകൾ വീർപ്പിച്ചു പിടിച്ച് ശ്വാസത്തെ മുഴുവനായി പുറത്തേക്ക് വിടാൻ ശ്രമിക്കുക. ഇതേ രീതിയിലും 7-8 തവണ പരിശീലിക്കാവുന്നതാണ്. ഓരോ ദിവസം ചെല്ലും തോറും ഒന്ന് വീതം കൂട്ടി കൊണ്ടുവരികയും ചെയ്യുക. ഈ രീതിയിലാണ് ശുദ്ധിശ്വാസം നമ്മൾ പരിശീലിക്കുന്നത്. ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. ഇന്ന് നമ്മൾ പരിശീലിച്ച അനുലോമ വിലോമ പ്രാണായാമവും ശുദ്ധിശ്വാസവും ദിവസേന പരിശീലിക്കുന്നതിലൂടെ വരണ്ടിരിക്കുന്ന ചർമ്മത്തെ നല്ല രീതിയിൽ മാർദ്ദവമുള്ളതാക്കി തീർക്കുന്നതിന് സഹായിക്കുന്നു.
ലോകാ സമസ്ത സുഖിനോ ഭവന്തു.